Good morning, everyone. So, my topic is Tyndall Effect. So, its introduction: the Tyndall Effect is a scattering of the light by particles in a colloidal solution or fine suspension, discovered by John Tyndall, an Irish physicist. Explain why we see beams of light in a dusty or foggy environments. So, coming to the definition, the phenomenon of scattering of a light by particles in its path, making the light beam visible. It means ഒരു പാത്തിലുള്ള പാർട്ടിക്കിൾസിൽ വന്ന് ലൈറ്റ് സ്കാറ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈറ്റ് ഒരു ബീമായിട്ട് വിസിബിൾ ചെയ്യുന്നത്. ഇറ്റ് ഒക്കോസ് ആൻഡ് പാർട്ടിക്കിൾ സൈസ് ഇൻ ബിറ്റ്വീൻ 1 നാനോമീറ്റർ ആൻഡ് 1000 നാനോമീറ്റർ. ഇതെപ്പോൾ മാത്രമാണ് ഒക്കോ ചെയ്യുന്നത്? ആ പാർട്ടിക്കിളിൻ്റെ സൈസ് 1 നാനോമീറ്ററിൻ്റെയും 1000 നാനോമീറ്ററിൻ്റെയും ഇടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ മാത്രമേ ടിൻഡൽ എഫക്റ്റ് വിസിബിൾ ആവത്തുള്ളൂ. സോ ഇറ്റ്സ് കണ്ടീഷൻ: the diameter of the dispersed particle must be comparable to the wavelength of the visible light. വിസിബിൾ ആയ ലൈറ്റിൻ്റെ വേവ് ലെന്തിനോട് ആ പാർട്ടിക്കിൾസിൻ്റെ ഡയമീറ്റർ തുല്യമായിരിക്കണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. നെക്സ്റ്റ് കണ്ടീഷൻ: ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം മസ്റ്റ് ഡിഫറെൻറ്റ്. ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെ ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ഈ രണ്ട് കണ്ടീഷനാണ് ടിൻഡൽ എഫക്റ്റിന് വിസിബിൾ ആവാനുള്ള മെയിനായിട്ടുള്ള കാരണങ്ങൾ. So next is a laboratory experiment setup. A beaker containing a colloidal solution and a light beam. Colloidal solution is like a mixture of milk and a water. So ഒരു ബീക്കറിൽ ഒരു കൊളോഡിയൽ സൊല്യൂഷൻ എടുക്കുക, അതുപോലെ തന്നെ ഒരു ലൈറ്റ് ബീം എടുക്കുക. ദ പാത്ത് ഓഫ് ദി ലൈറ്റ് ബിക്കം വിസിബിൾ ത്രൂ ദ സൊല്യൂഷൻ. അതിൻ്റെ ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ ആ സൊല്യൂഷനിലൂടെ ആ പാത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിട്ടുള്ള കാണാൻ പറ്റും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് ഈസ് സ്കാറ്റേർഡ് ബൈ കൊളോഡിയൽ പാർട്ടിക്സ്. കൊളോഡിയൽ പാർട്ടിക്കിൾസ് ആ മിൽക്കിലും വാട്ടറിലും കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ അതിൽ വന്ന് ലൈറ്റ് സ്കാറ്റർ ചെയ്തുകൊണ്ടാണ് നമുക്കത് വിസിബിളായിട്ട് കാണാൻ പറ്റിയത്. സോ നെക്സ്റ്റ് ഈസ് ആപ്ലിക്കേഷൻ യൂസ്ഡ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ട്രൂ സൊല്യൂഷൻ ആൻഡ് കൊളോയിഡ്സ്. ഇത് ട്രൂ സൊല്യൂഷൻ്റെയും കൊളോഡിയൽ സൊല്യൂഷനെയും തമ്മിൽ വേർതിരിക്കാൻ നമുക്ക് പറ്റും. ഇൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ലൈക്ക് നെഫ്ലോമീറ്റർ ടു മെഷർ പാർട്ടിക്കൽ കോൺസെൻട്രേഷൻ. നെഫ്ലോമീറ്റർ എന്ന് പറയുന്ന ഇതിൽ നമുക്ക് എന്താണ് പാർട്ടിക്കിളിൻ്റെ കോൺസെൻട്രേഷനെ മെഷർ ചെയ്യാൻ പറ്റും. ഇത് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ നെഫ്ലോമീറ്റർ എന്ന് പറയുന്നത്. ഇൻ ഫോറൻസിക് സയൻസ് ഫോർ ഡിറ്റക്റ്റിംഗ് ഫിംഗർ പ്രിൻറ്റ് ആൻഡ് സബ്സ്റ്റൻസ് ഇൻ ഫോറൻസിക് സയൻസിൽ ഫിംഗർ പ്രിൻറ്റ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയും എന്താണ് എയറിലുള്ള സബ്സ്റ്റൻസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയും യൂസ് ചെയ്യുന്നു. ഹെൽപ്സ് എക്സ്പ്ലെയിനിങ് ബ്ലൂ കളർ ഓഫ് സ്കൈ ആൻഡ് റെഡിഷ്. ഇതിൻ്റെ മെയിൻ ഇതെന്ന് വെച്ചാൽ നമ്മുടെ സ്കൈയിൽ ബ്ലൂ കളറും റെഡിഷ് കളറും വരാനുള്ള മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ടിൻഡൽ എഫക്റ്റ് ആണ്. So, relation to atmospheric phenomena. The Tyndall effect contributes to scattering of sunlight by dust and air molecules. എന്താണ് സൺലൈറ്റിലുള്ള ഡസ്റ്റിൻ്റെയും എയർ മോളിക്യൂൾസും കാരണമാണ് അവിടെ ടിൻഡൽ എഫക്റ്റ് ഉണ്ടാകുന്നത്. ഷോർട്ടർ വേവ് ലെങ്ത് സ്കാറ്റർ മോർ മേക്സ് സ്കൈ അപ്പിയർ ബ്ലൂ. ഷോർട്ടർ വേവ് ലെങ്ത് ആയിട്ടുള്ള ഇത് സ്കാറ്റർ ചെയ്യുവാണെങ്കിൽ അവിടെ സ്കൈ ബ്ലൂ കളറും, ലോങ്ങർ വേവ് ലെങ്ത് ഡൊമിനേറ്റ് അറ്റ് സൺസെറ്റ്. ലോങ്ങർ വേവ് ലെങ്ത് കൂടുതലും സൺസെറ്റിൻ്റെ സമയത്താണ് കാണുന്നത്. അതുകൊണ്ടാണ് സൺസെറ്റിൻ്റെ സമയത്ത് ഒരു റെഡിഷ് ഓറഞ്ചിഷ് സ്കൈ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ പറയുന്നത് വെച്ചാൽ സ്കൈ ബ്ലൂ ആവാനുള്ള കാരണവും റെഡും അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് ആവാനുള്ള കാരണം മെയിനായിട്ടുള്ളതിൻ്റെ കാരണം എന്താണ്? ടിൻഡൽ എഫക്റ്റ് ആണ്. ഓക്കെ, ഹിയർ ഈസ് സം എവറിഡേ എക്സാമ്പിൾസ്. സൺലൈറ്റ് ത്രൂ എ കാനോപ്പി ഓഫ് ട്രീ ഇൻ എ ഫോറസ്റ്റ്. നമുക്കിപ്പം ഫോറസ്റ്റിലൊക്കെ പോയാൽ അതിൻ്റെ ഈ ട്രീസിൻ്റെ ശിഖരങ്ങളിലൂടെ ലൈറ്റൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് വരുന്ന കാണാൻ പറ്റും. ഇതൊക്കെ എന്താണ്? ടിൻഡൽ എഫക്റ്റിൻ്റെ എക്സാമ്പിളാണ്. ലൈറ്റ് ബീം വിസിബിൾ ത്രൂ ഫോഗ് ഓർ സ്മോക്ക്. ലൈറ്റ് ബീം വിസിബിൾ ത്രൂ ഫോഗ് ഓർ സ്മോക്ക്. ഫോഗിലൂടെ അല്ലെങ്കിൽ സ്മോക്കിലൂടെ എന്താണ് ലൈറ്റ് ബീം വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ എ ഡാർക്ക് റൂം ആൻഡ് സൺലൈറ്റ് എൻറ്റേഴ്സ് ത്രൂ എ സ്മോൾ ഹോൾ. ഒരു ഡാർക്ക് റൂമിലൂടെ ഒരു ഹോൾ ഇട്ടാൽ അവിടെ കൂടി നമുക്ക് എന്താണ് ഒരു ലൈറ്റ് വരുന്ന കാണാം. അപ്പോൾ അവിടെ കുറേ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉള്ളതുകൊണ്ടാണ് നമുക്കങ്ങനെ കാണാൻ പറ്റുന്നത്. ഹെഡ്ലൈറ്റ് ഓഫ് വിസിബിൾ ത്രൂ മിസ്റ്റ് ഓർ ഫോഗ്. നമ്മളിപ്പം മഞ്ഞിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയാൽ നമുക്കൊരു ബീമായിട്ട് നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ വെട്ടത്തിലൂടെ ആ ഒരു ലൈറ്റ് നമുക്ക് വിസിബിളായിട്ട് കാണാം. അവിടെയൊക്കെ വെച്ചാൽ അവിടെയൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇപ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉള്ളതുകൊണ്ടാണ് നമുക്കവിടെ കാണാൻ പറ്റുക. ഇതൊക്കെയാണ് എവറിഡേ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. So in the picture, so many examples. Okay, first of all, എന്താണ് സൺലൈറ്റ് സ്കൈ റെഡിഷ് കളർ ആവാനുള്ള കാരണം ഫോറസ്റ്റിലെ ഡാർക്ക് റൂമിൻ്റെ
ആൻഡ് കാറിൻ്റെ. ഇതാണ് നമ്മുടെ എവറിഡേ എക്സാമ്പിൾസ് വെച്ചാൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ പിക്ചറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ കൺക്ലൂഷൻ മീൻസ് ദ ടിൻഡൽ എഫക്റ്റ് ഡെമോൺസ്ട്രേറ്റ് ദ ഇൻട്രാക്ഷൻ ഓഫ് ലൈറ്റ് വിത്ത് മാറ്റർ അറ്റ് മൈക്രോ ലെവൽസ്. ഈ ടിൻഡൽ എഫക്റ്റ് എന്ത് നമുക്ക് ചെയ്യുന്നു? ദ ഇൻട്രാക്ഷൻ ഓഫ് ലൈറ്റ് വിത്ത് മാറ്റർ അറ്റ് മൈക്രോ ലെവൽസിൽ പോലും മാറ്ററുമായിട്ടുള്ള ഈ ലൈറ്റിൻ്റെ ഇൻട്രാക്ഷനെയാണ് നമുക്ക് ടിൻഡൽ എഫക്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എക്സ്പ്ലെയിനിങ് ഒപ്റ്റിക്കൽ സ്കാറ്ററിംഗ് ഇൻ ഡെയിലി ലൈഫ് ആൻഡ് ഇറ്റ് ഇതെന്ത് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ഒരു ബ്രാഞ്ച് പോലെയാണ്. എക്സ്പ്ലെയിനിങ് ഒപ്റ്റിക്കൽ സ്കാറ്ററിംഗ് ഇൻ ഡെയിലി ലൈഫ് ആൻഡ് ഇറ്റ് ഒപ്റ്റിക്കൽ സ്കാറ്ററിംഗ് ഡെയിലി ലൈഫിലെയും ഇൻഡസ്ട്രിയിലെയും ഒരു മേജർ ആയിട്ടുള്ള കാര്യമാണ് എന്തെന്ന് പറയുന്നത് ടിൻഡൽ എഫക്റ്റ്. റൈറ്റ് റിവീൽസ് itself when it meets the smallest of the particles. So that's it. Thank you.